കള്ളൻ വിജയൻ ലേഖന വിവാദത്തിൽ വാരാന്ത പതിപ്പ് എഡിറ്റർ കെ.ആർ. അജയനോട് അവധിയിൽ പോകാൻ നിർദ്ദേശിച്ച ദേശാഭിമാനി. വാക്കാലാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ രാജിവെക്കാനും ആവശ്യമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എന്തായാലും ഈ ഒരു നടപടിക്ക് പിന്നിൽ എന്താണ് ഉള്ളത്? പ്രശാന്തിലേക്ക് വരാം. എന്തായാലും നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കള്ളൻ വിജയൻ ലേഖന വിവാദത്തിൽ വാരാന്തപ്പതിപ്പ് എഡിറ്റർ കെ.ആർ. അജയനോട് നിലവിൽ അവധിയിൽ പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ദേശാഭിമാനി. വാക്കാലാണ് ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ രാജിവെക്കാനും ആവശ്യമുണ്ട്. എന്തായാലും കൂടുതൽ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നൊരു സാഹചര്യം കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും അത് വാക്കാൽ ഒരു പരാമർശം നൽകിയിരിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, ഒരുപക്ഷെ വാക്കാലാണ് നിർദ്ദേശം നൽകിയത്. എന്നിരുന്നാൽ കൂടിയും വിവാദങ്ങളും ചർച്ചകളും ഒക്കെ തന്നെയും കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അത് കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടോ? വിഷ്ണു, ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ്റെതാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. അതായത് കെ.ആർ. അജയനോട് നിലവിൽ അവധിയിലേക്ക് പോകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ രാജിവെക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ ദേശാഭിമാനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കള്ളൻ വിജയൻ പരാമർശത്തിലാണ് ഇപ്പോൾ ഒരു നടപടി എന്ന നിലയിൽ വാക്കാൽ പരാമർശം വന്നിരിക്കുന്നത്. അത് ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു നടപടി വാക്കാൽ ഉണ്ടായിരിക്കുന്നത്. കെ.ആർ. അജയൻ അവധിയിലേക്ക് പോകണം, നിർബന്ധിത അവധിയിലേക്ക് പ്രവേശിക്കണം, അല്ലെങ്കിൽ രാജിവെക്കണം എന്നതാണ് ആവശ്യം വന്നിരിക്കുന്നത്. കള്ളൻ വിജയൻ എന്ന ലേഖനം, ആ ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വാരാന്ത പതിപ്പിൻ്റെ എഡിറ്റർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരുന്നു അജയനെ. അജയൻ്റെ ഓഫീസിൽ പൂട്ടിയിടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഓഫീസിൽ കയറാൻ കഴിയാത്ത നിലയിലേക്ക് ഓഫീസിൽ പൂട്ടിയിടുകയും പിന്നീട് അജയൻ വീട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയൊക്കെ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു പ്രാഥമിക നടപടി എന്ന നിലയിൽ വാരാന്ത പതിപ്പിൻ്റെ ചുമതലയിൽ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്നാണ് ഇപ്പോൾ അജയനോട് അവധിയിൽ പ്രവേശിക്കണമെന്നൊരു നിർദ്ദേശം ദേശാഭിമാനിയുടെ ഭാഗത്തു നിന്നും ചീഫ് എഡിറ്ററുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതായത് കള്ളൻ വിജയൻ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രൂഫ് റീഡിംഗ് സമയത്ത് തന്നെ ഈ ലേഖനം പത്രത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നൊരു നിർദ്ദേശം വന്നിരുന്നു. എന്നാൽ ആ നിർദ്ദേശത്തേക്ക് ലംഘിച്ചുകൊണ്ട് അജയൻ തന്നെ സ്വയം തീരുമാനമെടുക്കുകയാണ്. പാർട്ടി വിരുദ്ധമായ യാതൊന്നും ഈ ലേഖനത്തിൽ പറയുന്നില്ല, അതുകൊണ്ട് തന്നെ ലേഖനം പ്രസിദ്ധീകരിക്കണം എന്നൊരു ശാഠ്യം, നിർബന്ധ ബുദ്ധി അജയൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് ദേശാഭിമാനിയും പാർട്ടി വൃത്തങ്ങളും അറിയിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം പത്രത്തിൽ അടിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതും ആ തലക്കെട്ടോട് തന്നെ, കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോട് തന്നെ വാരാന്ത പതിപ്പിൽ ഈ ലേഖനം അച്ചടിച്ചു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. തുടർന്നാണ് പിന്നീട് ഞായറാഴ്ച ഇറങ്ങേണ്ട ലേഖനം, 21-ാം തീയതി ഞായറാഴ്ച ഇറങ്ങേണ്ട ലേഖനം, അത് ആ പത്രത്തിൽ ലേഖനം ഉൾപ്പെട്ട വാരാന്ത പതിപ്പ് തന്നെ വേണ്ട എന്ന് വിൽക്കുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്തു. വലിയ രീതിയിൽ വിവാദമായി. അതോടൊപ്പം തന്നെ വി.എസ്. അച്യുതാനന്ദൻ്റെ ഓർമ്മക്കുറിപ്പുകളുള്ള 1 വർഷം തികയുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അടക്കമുള്ള വാരാന്ത പതിപ്പാണ് ഈ ഒരു ലേഖനത്തിൻ്റെ പേരിൽ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. പാർട്ടിക്ക് വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കി. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് അത് മറ്റ് തെറ്റായി വ്യാഖ്യാനിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയും വിലയിരുത്തി, ദേശാഭിമാനിയും വിലയിരുത്തി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് തുടക്കത്തിൽ ഈ ലേഖനം ഉൾപ്പെട്ട വാരാന്ത പതിപ്പ് തന്നെ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ചെറിയ ചെറിയ നടപടികൾ ഉണ്ടായിരുന്നു. അജയനെ ആ സ്ഥാനത്ത് നിന്നും, അതായത് വാരാന്ത്യ പതിപ്പിൻ്റെ ചുമതലയിൽ നിന്നടക്കം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ ഏറ്റവും ഒടുവിലായി അജയനോട് നിർബന്ധിതമായ അവധിയിൽ പ്രവേശിക്കണമെന്നൊരു നിർദ്ദേശം ചീഫ് എഡിറ്ററുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്, പുത്തലത്ത് ദിനേശൻ്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അജയൻ രാജിവെക്കണം എന്നതാണ് ദേശാഭിമാനിയുടെ പുതിയ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന നടപടി. വിഷ്ണു, ശരി. പ്രശാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.